അമ്മ എപ്പോഴും ഉപദേശം തരും. എല്ലാ അമ്മമാരും ഉപദേശം തരും. പക്ഷെ സ്വാഭാവികമാണല്ലോ. അതുണ്ട്. അമ്മയും ഉപദേശം തരും. ഇപ്പം രാത്രി ഇപ്പൊ ഉറങ്ങുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ എന്നെപ്പിച്ചിട്ട് മോനെ മോനെ മോൻ ഇന്ന് പാടിയില്ലേ? ഉറങ്ങി കിടക്കുമ്പോഴാ? ശരി. അങ്ങനെ വെച്ചാ കിടന്നു കഴിഞ്ഞിട്ട് ആ മോനെ മോൻ അങ്ങനെ പാടുമ്പോഴേ കുറച്ചൊക്കെ അങ്ങനെയൊക്കെ പറയും. അപ്പം എപ്പോഴും ഉപദേശം. ഞാൻ വിചാരിച്ചത് ജല്ലിയ ഡീപ് അങ്ങനെയാന്ന് വിചാരിച്ചു. അത്രയും കാണത്തില്ല, എനിക്കും പറയാൻ പറ്റില്ല, ഓർമ്മയില്ല അധികം. അപ്പം ഈ ഉപദേശമൊക്കെ കേൾക്കുമ്പോ എനിക്ക് ആദ്യം കുറച്ച് അനോയിങ് ആയിരിക്കല്ലോ. എന്തിനാ ഇത് പറഞ്ഞ് ഞാൻ ചിലതൊന്നും കേൾക്കത്തില്ല. അതെ, ഞാൻ കേൾക്കത്തൊന്നുമില്ല. ഞാൻ പറഞ്ഞു എന്ന് വെച്ചോണ്ടിരിക്കും. അപ്പൊ ഇപ്പൊ അത് മിസ് ചെയ്യും ഞാൻ. എനിക്ക് വെച്ചാ അമ്മ വന്നിട്ടാണല്ലോ എനിക്ക് ഫസ്റ്റ് 100 കിട്ടുന്നത്. അപ്പൊ എല്ലാരും പറഞ്ഞു അമ്മ ഇവിടെ ഉണ്ടാ, അപ്പയെ ഓടിക്ക, അമ്മ ഇവിടെ നിക്കട്ടെ. വിശ്വസിച്ചു ആണല്ലേ? ഞാൻ അമ്മയെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും നാളെ പോകുമ്പോ. അങ്കിളിന് പറയാനുള്ള വേറൊരു വശമുണ്ട് ഇതിന്. അതായത് ഇപ്പൊ അമ്മ പറയുന്നത് അല്ലെങ്കിൽ അച്ഛൻ പറയുന്നത് ഒരു ഉപദേശം, അങ്ങനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് ഉപദേശമായിരിക്കും. പക്ഷെ ഷെയറിങ് ആണെങ്കിൽ, ഷെയറിങ് ഓഫ് എക്സ്പീരിയൻസ് ആണെങ്കിലും എത്ര വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടാവും അല്ലെ ലൈഫിൽ. അപ്പോൾ അമ്മ പറയുന്നത് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂലാണ് അല്ലേ. ആ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ആ രീതിയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള കുറേ പുതിയ ഒരു യാത്ര നമുക്ക് കിട്ടും മക്കളെ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഉപദേശമായിട്ട് എടുക്കണ്ട, ഷെയറിങ് ഓഫ് എക്സ്പീരിയൻസ്. അത് മക്കളോടല്ലാതെ പിന്നെ അച്ഛനും അമ്മയും ആർത്താ പറയുക? വെളിയിൽ പോയി ആർത്തേക്കും ഉപദേശിക്കാൻ പറ്റുമോ? ഈ പറഞ്ഞ അവരാരും കേൾക്കോ? ഇല്ല. മക്കളുടെ അടുത്താണ്. മക്കളെ ഏറ്റവും നന്നായിട്ട് വരണം എന്നുള്ള ആഗ്രഹത്തിലല്ലേ. അപ്പൊ നമുക്ക് വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്നതെന്ന് എനിക്കറിയാം. എന്നാലും പോസിറ്റീവ്. എന്തായാലും അമ്മ ഇത്രയും ദിവസം ഇവിടെ പിടിച്ചു നിർത്തിയില്ലേ, അതൊരു സമ്പത്ത് തന്നെ കേട്ടോ.